നമസ്കാരം. ഇറാൻ ഇസ്രയേൽ യുദ്ധം അവസാനിച്ചു എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിലും അത് ഏത് സമയത്തും പൊട്ടിപ്പുറപ്പെടാം. നമുക്കറിയാം, ഇറാൻ എല്ലാ തരത്തിലും ഇസ്രയേലിനെ വിറപ്പിക്കുകയും അമേരിക്കയെ മുട്ടുകുത്തിക്കുകയും ചെയ്തുകൊണ്ടാണ് യുദ്ധം അവസാനിച്ചത്. ആദ്യം ഇസ്രയേൽ വലിയ ആയുധ ശേഖരമുള്ള അത്യാധുനിക സംവിധാനമുള്ള രാഷ്ട്രമാണ് എന്നൊക്കെ നമ്മൾ കരുതിയതെല്ലാം തകർന്നടിഞ്ഞുകൊണ്ടാണ് യുദ്ധം അവസാനിപ്പിച്ചത്. അതിന് കാരണം ഒരൊറ്റ കുറച്ച് മിസൈലുകൾ ഖത്തറിലേക്ക് അയച്ചതോടെ അമേരിക്ക പറച്ചു. വ്യോമ മേഖല കംപ്ലീറ്റ് തകർന്നു. അതിന് മുമ്പായിട്ട് അമേരിക്ക പ്രയോഗിച്ച ബസ്റ്റർ ബങ്കർ ബോംബുകൾ B-2 ഫ്ലൈറ്റിൽ കൊണ്ടുവന്ന് നേരത്തെ പ്ലാൻ ചെയ്ത പോലെ കൃത്യമായി വർഷിച്ചെങ്കിലും അവരുടെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാനായില്ല എന്നുള്ളതാണ് അമേരിക്കയെ ഞെട്ടിച്ച കാരണം 61 മീറ്റർ വരെ താഴേക്ക് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഭൂമിക്കുള്ളിലേക്ക് തുഴഞ്ഞിറങ്ങി അവിടെ പൊട്ടിത്തെറിച്ചെങ്കിലും ഒന്നും ആ 3 പ്ലാന്റുകൾക്കും ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് സത്യം. അത് വല്ലാതെ അമേരിക്കയെ വിഷമിപ്പിച്ചു. അതിനുശേഷം ഇസ്രയേൽ നടത്തിയ മിന്നലാക്രമണങ്ങൾ, ഇസ്രയേലിനെ തകിട് പൊടിയാക്കിക്കൊണ്ടുള്ള മിസൈലുകൾ, അത് ശരിക്കും ഇസ്രയേലിനെ മാത്രമല്ല അമേരിക്കയും ഞെട്ടിച്ചു. മാത്രമല്ല മറ്റു ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കയുടെ തന്ത്രപ്രധാനമായ അവരുടെ സൈനിക താവളങ്ങളെല്ലാം ആക്രമിക്കുന്നതിന് മുന്നോടിയായി മുന്നറിയിപ്പ് നടത്തി ഖത്തറിലേക്ക് മിസൈലുകൾ അയച്ചപ്പോൾ അമേരിക്ക പോലും ഇറാനോട് നന്ദി പറയേണ്ടി വന്നു. കാരണം മുന്നറിയിപ്പ് നൽകിയതുകൊണ്ട് അവിടെ നിന്ന് വിമാനങ്ങളും മറ്റുള്ള സാധനങ്ങളും മാറ്റാൻ സഹായിച്ചു എന്നാണ് നന്ദി പറയുകയാണ് ചെയ്തത്. അതോടുകൂടിയിട്ടാണ് ട്രംപ് ഇറാന്റെ കാൽക്കൽ വീണ് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വയം വെടിനിർത്തലുണ്ടാക്കിയത്. അതിനുശേഷം ഇറാൻ ഇസ്രയേലിനെ മർമ്മപ്രധാന കേന്ദ്രങ്ങളിൽ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയെങ്കിലും തുടർന്ന് ഇറാനിന് മേൽ ബോംബാക്രമണം നടത്താൻ ശ്രമിച്ചെങ്കിലും അത് അമേരിക്ക തടയുകയാണ് ഉണ്ടായത്. ട്രംപ് തടയുകയാണ് ഉണ്ടായത്. കാരണം ട്രംപ് അമേരിക്കയിൽ പോലും ഒറ്റപ്പെട്ടത് കൊണ്ടാണ്, എല്ലാ തരത്തിലും എല്ലാ ലോകരാജ്യങ്ങളുടെ മുന്നിലും ഒറ്റപ്പെട്ടത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. എന്നാൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇത്രയേ മാത്രമേ അമേരിക്കയ്ക്ക് ഉള്ളൂ എന്നിരിക്കെ, എന്നാൽ ഇന്ത്യ 60 മീറ്റർ വരെയാണ് അമേരിക്കയുടെ താഴേക്ക് ഇറങ്ങാൻ, ഭൂമിക്ക് ഉള്ളിലേക്ക് തുളച്ചു കയറാൻ കഴിവുള്ളതെങ്കിൽ ഇന്ത്യ ഇപ്പോൾ നിർമ്മിക്കുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് 80 മുതൽ 100 മീറ്റർ വരെ താഴേക്ക് തുളച്ചു കയറാനും അതിൽ ആകാശത്തിലേക്ക് അതേപോലെ 7500 കിലോമീറ്റർ വരെ പറന്നുയരാനും കഴിവുള്ള മിസൈലുകൾ ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിക്കാൻ പോകുന്നത്. അതായത് 8 ടൺ ഭാരമുള്ളതും 2500 കിലോ വരെ എടുക്കാവുന്നതുമായ ബങ്കർ ബസ്റ്റർ ബോംബുകൾ. അതിന് പ്രത്യേക കഴിവെന്താണ്? ഭൂമിക്കടിയിലേക്ക് 80 മുതൽ 100 മീറ്റർ വരെ താഴേക്ക് ഇറങ്ങി ചെല്ലാനും സ്വർഗത്തിലേക്ക് പറന്നുയരാനും പാതാളത്തിലേക്ക് താഴ്ന്നിറങ്ങാനും കഴിവുള്ള ബോംബുകൾ, ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഇന്ത്യ നിർമ്മിക്കുന്നത്. അതിൻ്റെ പ്രഹരശേഷി 10 മടങ്ങാണ് താനും. നമുക്കറിയാം, അഗ്നി 5 എന്ന് പറയുന്ന മിസൈല് 5000 കിലോമീറ്റർ ദൂരെ വരെയാണ് ചെല്ലാൻ കഴിവുള്ളത്. അതായത് 5000 കിലോമീറ്റർ ചെല്ലുമ്പോൾ അമേരിക്ക ഉപയോഗിച്ച മിസൈലിന് പകരം ഉപയോഗിച്ചത് B-2 ഫ്ലൈറ്റുകളാണ്. എന്നാൽ ഇന്ത്യ ഉപയോഗിക്കാൻ മിസൈലുകൾ അഗ്നി 5 എന്ന് പറയുന്ന അതിനൂതന സാങ്കേതിക വിദ്യയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടെക്നോളജി ഉപയോഗിച്ചുള്ള മിസൈലുകളാണ്. ആ മിസൈലുകൾ 5000 കിലോമീറ്റർ വരെ എത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്തേക്ക് ആകാശത്ത് മാത്രമല്ല ഭൂമിക്കടിയിലേക്കും ഇറങ്ങിച്ചെന്ന് പ്രഹരശേഷി വർദ്ധിപ്പിക്കാൻ പറ്റും. അത് അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ അമേരിക്കയ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന സ്ഥാനം അവരെക്കാൾ മേന്മയുള്ള, അതിനേക്കാൾ പ്രഹരശേഷിയുള്ള, സ്ഫോടന ശക്തിയുള്ള, നാശം വിതയ്ക്കുന്ന അതിവിനാശകരമായ ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഇന്ത്യ നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. ഇന്ത്യ ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും ശക്തമായ രാഷ്ട്രമായി മാറുന്നതിന് പല രഹസ്യങ്ങളുണ്ട്. ഇതുവരെ അറിയാത്ത പല രഹസ്യങ്ങളുണ്ട്. ക്രൈം വെളിപ്പെടുത്തുന്നതാണ്. BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക നില വളരെ മോശമായിരുന്നു. ഇന്ത്യക്ക് എങ്ങനെ ഇത്ര സാമ്പത്തിക നില പെട്ടെന്ന് വളർന്നു വരാനും ഇന്ത്യയിൽ എല്ലാ മേഖലയും വികസനം ഉണ്ടാക്കാൻ പറ്റുന്നൊരു പണമുണ്ടാവാനും ആയുധ മേഖലയ്ക്ക് സൈന്യമേഖലത്തിന് കോടാനുകോടി രൂപ കൊടുക്കാനും ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കാനുമുള്ള പണമുണ്ടായി എന്നുള്ളത് എവിടെ നിന്നാണെന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത്. പക്ഷെ അതിനുള്ള ഉത്തരം ക്രൈമിന് കൈവശമുണ്ട്. ആ രഹസ്യങ്ങൾ അധികം താമസിയാതെ ക്രൈം പുറത്തുവിടും. കാരണം ഇന്ത്യക്ക് അതിഭീകരമായ രൂപത്തിലുള്ള ഫണ്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമുള്ള ഫണ്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള അമേരിക്കയൊക്കെ കടത്തിവിട്ടാവുന്ന രൂപത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ, ബഹിരാകാശങ്ങളിൽ, അതേപോലെ സാറ്റലൈറ്റുകളിൽ, അതുപോലുള്ള എല്ലാ ഭൂമിക്കടിയിൽ, കടലിനടിയിൽ, എല്ലാ മേഖലകളിലും ഏറ്റവും പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമുള്ള ഫണ്ട് ഇന്ത്യക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഏറ്റവും നൂതനമായ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ചിട്ടാണ്
ഇത് പ്രയോഗിക്കുന്നത്. ഏറ്റവും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിക്കാനുള്ള മിസൈലുകൾ ഇന്ത്യ തയ്യാറായി കഴിഞ്ഞു. അഗ്നി 5 എന്ന് പറയുന്ന ഏറ്റവും നൂതനമായ ടെക്നോളജി എല്ലാം ഇതാക്കിക്കൊണ്ട് ഇന്ത്യ നടത്താൻ പോകുന്നത് ലോകത്തെ ഞെട്ടിവിറപ്പിക്കുന്ന സംവിധാനങ്ങളാണ്. ഈ സംവിധാനം ഉള്ളപ്പോൾ ഇന്ത്യയെ ആക്രമിക്കാൻ ഒരു കുട്ടിയും തയ്യാറാവില്ല. പാകിസ്ഥാനോ ചൈനയോ മറ്റു രാജ്യങ്ങളോ ഒന്നും തന്നെ തയ്യാറാവില്ല. കാരണം കൃത്യമായിട്ട് 5000 കിലോമീറ്റർ വരെ ദൂരത്തിലേക്ക്, അല്ലെ 7500 കിലോമീറ്റർ ദൂരത്തിലേക്ക് ഇന്ത്യക്ക് ഇത് പറന്നെത്താൻ പറ്റും. മിസൈൽ പറന്നെത്താൻ പറ്റും. മിന്നൽ വേഗത്തിലേക്കും ഇത് പോവുക. വരുന്നതും പോകുന്നതും അറിയില്ല. അതേപോലെ റഡാർ സംവിധാനങ്ങൾ പോലും കണ്ടെത്താൻ കഴിയില്ല. സാറ്റലൈറ്റുകൾക്ക് മാത്രമേ ഇതിൻ്റെ വേഗത കാണാൻ പറ്റുള്ളൂ. ആ വേഗതയെ തകർക്കാൻ മറ്റുള്ള സംവിധാനം മറ്റു രാജ്യങ്ങൾക്കില്ല എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനം. അതായത് ലോകരാജ്യങ്ങളിലെ ഏറ്റവും സൈനിക മേധാവിത്വമുള്ള രാജ്യമായി ഇന്ത്യ വളരാൻ പോവുകയാണ്. ആ വളർച്ച അമേരിക്കയെ പോലും, റഷ്യയെ പോലും, ചൈനയെ പോലും ഞെട്ടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നന്ദി, നമസ്കാരം.